ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവൻ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. എല്ലാ കൃതികളും മനുഷ്യൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കി അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടി ഗുരു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അതിന് ദർശനമാണ്. സ്വാനുഭവ ഗീതി എന്ന കൃതിയിൽ 100 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾക്ക് അതിൽ ഒരു 40 ശ്ലോകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനകത്ത് ഗുരു വളരെ മനോഹരമായി ഒരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ചുറ്റും കതിരിടുവോൻ തൻ ചുറ്റായി മറ്റൊരിരുട്ട് വിലസിടുമോ. സൂര്യൻ സ്വയം പ്രകാശമാണ്. അതാണ് ചുറ്റും കതിരിടുവോൻ തൻ. കതിരുകൾ പ്രകാശരശ്മികളാണ്. അതിങ്ങനെ എപ്പോഴും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ സ്വയം പ്രകാശമായിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റും എങ്ങനെയാണ് ഇരുട്ടിന് പ്രകാശിക്കാൻ പറ്റുക? അസാധ്യമെന്ന് പറയുകയാണ്. സ്വയം പ്രകാശത്തിൽ നമുക്കൊരിക്കലും ഇരുട്ട് കാണാൻ പറ്റില്ല. പണ്ട് ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ വീടുകളിൽ, പ്രത്യേകിച്ച് വലിയ വലിയ വീടുകളിൽ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുമ്പോൾ, രാത്രിയിലെ ഫംഗ്ഷന് തലയിൽ വിളക്ക് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഓരോ മൂലയ്ക്ക് കൊണ്ടുവെക്കും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന കാര്യസ്ഥൻ ഒരു മൂലയ്ക്ക് നോക്കിയപ്പോൾ അവിടെ വെളിച്ചമില്ല. ഈ വിളക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നവനോട് പറഞ്ഞു, ആ മൂലയ്ക്ക് ആ ഭാഗത്ത് ആളുകളുണ്ട്, അവിടെ വെളിച്ചമില്ല, നീ ഈ വിളക്ക് കൊണ്ടുപോയി അവിടെ വയ്ക്കണം. അവൻ ഇരുട്ട് അന്വേഷിച്ചു പോയി. അവിടെ ഒന്നും നോക്കിയിട്ട് അവന് ഇരുട്ട് കാണാൻ പറ്റിയില്ല. അവൻ തിരിച്ചു വന്ന് പറഞ്ഞു, അവിടെയൊന്നും ഇരുട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളക്ക് അവിടെ വെച്ചില്ല എന്ന് പറഞ്ഞു. ഇതൊരു കഥയാകാം, ഇല്ലെങ്കിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചതാകാം. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശമായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതെപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുകയാണ്, എവർ ഷൈനിങ് ആണ്. അതിനെ തേടിയാണ് നമ്മൾ നടക്കുന്നത്. ഈ പ്രകാശം കൊണ്ട് തേടി നടക്കുക സുഖം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടുന്നത് സുഖമാണ്. പക്ഷേ ആ സുഖം തേടി നമ്മൾ പുറത്തേക്ക് അലയുകയാണ്. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഈ വിളക്ക് കൊണ്ടുപോയവൻ്റെ അവസ്ഥയാണ്. അതായത് കസ്തൂരിമാനിൻ്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കസ്തൂരിമാൻ സ്വന്തം ശരീരത്തിലിരിക്കുന്ന കസ്തൂരി തിരിച്ചറിയാതെ പുറത്ത് തേടുകയാണ്. അത് തേടി തേടി ഒരു നിമിഷത്തിൽ അത് മരിച്ചു പോകും. അതേപോലെയാണ് മനുഷ്യനും. അവൻ്റെ ഉള്ളിലാണ് ഈ സുഖമിരിക്കുന്നത്, പക്ഷെ അവൻ തേടുന്നത് പുറത്താണെന്ന് മാത്രം. ഇങ്ങനെ അവൻ തേടി തേടി ഒരു ശാന്തിയുമില്ലാതെ, സുഖം ലഭിക്കാതെ അവൻ മരിച്ചു പോവുകയാണ്. ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ പല പല ഉദാഹരണങ്ങളിലൂടെ അവനെ ഉണർത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോഴും ഉദാഹരണങ്ങളിൽ മാത്രം കുടുങ്ങി അവർ കിടക്കുകയാണ്. ഏത് ഉദാഹരണങ്ങൾ പറയുമ്പോഴും ഒരു പ്രത്യേക ഒരു കാര്യത്തെ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നു, എല്ലാ സ്ഥലത്തും പ്രകാശം ചൊരിയുന്ന ആ സൂര്യൻ്റെ ചുറ്റും, അല്ലെങ്കിൽ ആ പ്രകാശത്തിൽ എങ്ങനെയാണ് ഇരുട്ട് കാണാൻ സാധിക്കുക? ഇവിടെ നമ്മുടെ ആത്മസൂര്യൻ നമ്മുടെ ഹൃദയത്തിൽ ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികൾക്ക് ഒക്കെ സാക്ഷിയായി, നമ്മുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി
നമ്മുടെ ഇരുട്ടിനും പകലിനുമൊക്കെ സാക്ഷിയായി. അതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നിനെയാണ് ഇവിടെ ചുറ്റും കതിരിടുവോൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ സ്വയം പ്രകാശം, യഥാർത്ഥത്തിൽ ഒരിക്കലും നശിക്കാത്ത ആ പ്രകാശം, സ്വയമായിട്ട് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് ചുറ്റും ഇരുട്ട് ഒരിക്കലും വരില്ല. അപ്പം ഞാൻ പാപിയാണെന്നോ ദുഃഖിയാണെന്നോ സംസാരിയാണെന്നോ ഒക്കെ തെറ്റായിട്ടുള്ള ചില വിചാരങ്ങളാണ്. അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഗുരുക്കന്മാരുടെ ഉപദേശം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അതിനു വേണ്ടി മറ്റ് പലതും ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ ഈ നമ്മുടെ മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങളെ, ഈ അഴുക്കുകളെ മാറ്റിക്കഴിയുമ്പോൾ ഈ സ്വയമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു സ്വന്തം അനുഭവത്തിൻ്റെ ഗീതിയായി, അതിൻ്റെ ഒരു ഉണർത്തുപാട്ടായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും മഹർഷിമാർ പറയും, സാക്ഷാത്കാരം എപ്പോഴും പുതുമയോടുകൂടിയതാണ്. അത് പുരാണം എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം ശ്രവിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. പുരാ അഭി നവം പുരാണം എന്നാണ്. പണ്ടുള്ളതാണെങ്കിലും ഇപ്പോഴും പുതുതായിരിക്കുന്നത്. അപ്പോൾ ഈ പഴമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ ഈ ഒരു തിരിച്ചറിവിലേക്ക്, അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ, ആ സുഖസ്വരൂപത്തെ, ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജന്മം കൃതകൃത്യമാക്കണം എന്നാണ് ഗുരുവിനെ പോലെയുള്ള മഹർഷിമാർ നമ്മളോട്, മാനവരാശിയോട്, ദുഃഖം അനുഭവിക്കുന്നവരോട് ഗുരു പറയുന്നത്. ആ രീതിയിൽ നമ്മൾക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. ഏവർക്കും നമസ്കാരം.